ഹായ് ഹലോ. അപ്പോൾ വെയ്റ്റ് ഗെയിൻ്റെ 30ാമത്തെ ദിവസം ഞാൻ ഓൾറെഡി വെയ്റ്റ് ഗെയിൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത കാര്യം നിങ്ങളോട് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഒരു വീഡിയോയിൽ. അതായത് ഞാൻ നാബ് ഫിറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് ചെയ്തത്. അപ്പോൾ ആ ചെയ്യുന്നതിനിടയിൽ ഏകദേശം 1 മന്ത് കഴിയാറായപ്പോൾ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാനോ ഫുഡ് ഇൻടേക്ക് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. സോ ആ സമയത്തും എനിക്ക് ഏകദേശം 2+ kg വെയ്റ്റ് ഗെയിൻ ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ആയില്ലായിരുന്നില്ല. അപ്പോൾ ഈ ന്യൂട്രീഷനിസ്റ്റ് അവർ പറഞ്ഞു തന്ന പോലെ ചെയ്തപ്പോൾ അത്യാവശ്യം ഗെയിൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. അതിനുശേഷം പിന്നെ 1 മന്ത് ഫുള്ള് ബ്രേക്ക്, അതായത് കൺസിസ്റ്റൻസിയിൽ ഓരോ കാര്യം കഴിക്കാനും അത് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എടുക്കാനും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു. വർക്കൗട്ടും പ്രോപ്പറായി, വാട്ടർ ഇൻടേക്കും എല്ലാം എടുത്തപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഗെയിൻ ആവാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം എനിക്ക് 2 മന്ത്സോളം അതിനേക്കാളും കൂടുതൽ എടുക്കേണ്ടി വന്നു ഈ ഒരു വെയ്റ്റ് ഗെയിൻ അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പം ആരും ഇൻസ്റ്റൻ്റായിട്ട് ഗെയിൻ ചെയ്യാൻ നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എനിക്ക് അങ്ങനെ ഒരു സജഷൻ കിട്ടി. പെട്ടെന്ന് വെയിറ്റ് കൂടാതെ നോർമലായിട്ട് വളരെ പതിയെ ബോഡിക്ക് അധികം ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ 54.6 kg അച്ചീവ് ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.